ഹലോ ഗൈസ്, എന്തായി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മലക്കപ്പാറ വാൾപ്പാറയിൽ പോകുന്ന വീഡിയോ ആണ്. വാൾപ്പാറ വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ മലക്കപ്പാറ വരെ എന്തായാലും പോകും. നമ്മുടെ അതുൽ രാജൻ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി, TVS റോണിൻ. അത്യാവശ്യം നല്ല വണ്ടിയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ രാവിലെ 7 മണിക്ക് തന്നെ ഇറങ്ങി. 7 മണിക്ക് ഇറങ്ങി നമ്മളൊരു 700-800 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നമ്മൾ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കാൻ കയറി. അവിടെ ഹാൻഡ് വാഷ് വെച്ചേക്കണുണ്ടോ, മറ്റേ ബോട്ടിൽ സ്പ്രേ പോലെ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പൊറോട്ടയും ബീഫും കണ്ടാ കഴിച്ചത്. ബീഫ് കൊള്ളായിരുന്നു, പൊറോട്ടയും കൊള്ളായിരുന്നു. ആ ചാറ് വൻ ശോകം ചാറായിരുന്നു. അങ്ങനെ അത് കഴിച്ച് നമ്മൾ നേരെ അതിരപ്പള്ളി എത്താറായി. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ കുറച്ച് പോയിട്ട് നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കിയേ. അപ്പോൾ ഇതാണ് വണ്ടി, TVS റോണിൻ. നല്ല അടിപൊളി സ്മൂത്താണ് കേട്ടോ വണ്ടി ഓടിക്കാൻ. നല്ല ടോർക്കും ഉണ്ട്. കൈ കൊടുത്ത വണ്ടി വലിച്ചെടുത്തോണ്ടാണ്. അത് മാത്രമല്ല, പക്ഷേ ഒരു പോരായ്മയെന്ന് വെച്ചാൽ പില്ലിയൻ സീറ്റിൽ കുറച്ച് കഷ്ടമാണ് കുറേ നേരം ഇരുന്ന് പോകാൻ വേണ്ടി. ബാക്കി വണ്ടി അടിപൊളി വണ്ടിയാണ്. അങ്ങനെ നമ്മൾ പോണ വഴി ഒരു റിസർവോയറിൽ എത്തിയേട്ടാ ഗൈസ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞ് മലക്കപ്പാറയ്ക്ക് പോകണേ. വാൾപ്പാറയിൽ പോകണില്ല, മലക്കപ്പാറ വരെ പോകുള്ളൂ. അപ്പം മലക്കപ്പാറ പോണ വഴി കണ്ടൊരു റിസർവോയറാണ് ഇത്. ഇവിടെ മുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി കുറേ ആനപ്പിണ്ടമൊക്കെ കണ്ട്. ആന ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ നല്ല തിരക്കായിരുന്നു. റോഡിൽ ഫുള്ള് കാറും ബൈക്കൊക്കെ ആയിരുന്നു. കുറേ റൈഡേഴ്സിനെയൊക്കെ കണ്ട്. അങ്ങനെ നമ്മൾ മലയൊക്കെ ആസ്വദിച്ച് പയ്യെ അങ്ങ് പോവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി സ്പീഡ് കൂട്ടി. പുള്ളി പിന്നെ 100-110 പെട്ടെന്നായിരുന്നു ഞങ്ങൾ മലക്കപ്പാറ എത്തിയത്. അങ്ങനെ മലക്കപ്പാറ എത്തിയിട്ടാണ്. മലക്കപ്പാറയിൽ നിന്ന് കുറച്ചും കൂടി അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞങ്ങൾ നേരെ മലക്കപ്പാറ കഴിഞ്ഞ് വാൾപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ട് അവിടം വരെ പോയേ. അവിടെ ചെന്നപ്പോഴറിഞ്ഞ് പാസ് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകണോണ്ട് അറിയില്ല. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പോകണമെന്ന് നേരത്തെ തീരുമാനിച്ച്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാഗിയും പിന്നെ ഒരു ചായയും കുടിച്ചേ. അവിടെ പുറകിൽ ഫുൾ തേയിലത്തോട്ടമാണ്. ഞങ്ങൾ നടന്ന് ആ മേളിൽ വരെ കയറി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു ഞങ്ങൾക്ക് കമ്പനിക്കാരനെ കിട്ടി. പുള്ളി ഇടുക്കിന്നാണ് തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ താഴെ ഇത് എഴുതി കൊടുക്കണം. അപ്പോൾ ഒരു സ്ലിപ്പ് പോലെ തരുവേ. അതിന് പേയ്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് അതിരപ്പള്ളി എത്തിയതോടെ എൻ്റെ നടുവൊടിഞ്ഞ് ഇരുന്നിരുന്ന്. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. വാഴച്ചാല എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ടേസ്റ്റും കുഴപ്പമില്ല, നല്ല. അങ്ങനെ ഒരു പെപ്സിയൊക്കെ മേടിച്ച് ഇറങ്ങി ഞങ്ങൾ നേരെ അതിരപ്പള്ളി കയറാൻ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കുറച്ച് നേരം നിന്ന് കാത്ത് വന്നിട്ട് നേരെ ആ പാലം ഉണ്ടല്ലോ അതിരപ്പള്ളി എത്തണ മുമ്പ്, അതിരമ്പുഴ അങ്ങനെ എന്തോ പേരും തോന്നുന്നു. ആ പാലത്തിൽ കയറി കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത്. അവിടെ നിറച്ചും കുരങ്ങന്മാരായിരുന്നേ. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ മഴ മാറിയപ്പോൾ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നേ. അങ്ങനെ നമ്മൾ നേരെ അവനെ വീട്ടിലാക്കി. മതിയായി. പക്ഷെ നമ്മുടെ അമ്മ വീട്ടിലേക്ക് കണ്ട പോണം, കോട്ടയം കുറുപ്പന്തറ. അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ, ഇരുട്ടായി പോയി. ഇപ്പം തന്നെ 6:45. പെട്ടെന്ന് പോട്ടെ, എന്നാലും 7-8 മണിക്കുള്ളിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. കണ്ണൊക്കെ കണ്ട മതിയായി. നാളെ രാവിലെ ഇനി ഓഫീസിൽ പോകണം. എന്താവോ.